നമ്മളടുത്ത ഒരു വാർത്തയിലേക്ക് കടക്കുന്നു. സംസ്ഥാനത്ത് നിരോധിത പെലാജിക് വല ഉപയോഗിച്ചുള്ള മീൻപിടുത്തം വ്യാപകമാകുന്നു. മത്സ്യസമ്പത്തിന് തന്നെ ഭീഷണിയായ വൻകിട ബോട്ടുകളുടെ നടപടിക്കെതിരെ ശക്തമായ പ്രതിഷേധം ഉയർത്തുകയാണ് ഇപ്പോൾ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ. ഉദ്യോഗസ്ഥ ഒത്തുകളിയോടെയാണ് അനധികൃത വല ഉപയോഗിച്ചുള്ള മത്സ്യബന്ധനമെന്ന് ആരോപിച്ച് പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ അഴീക്കോട് ഫിഷറീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. കടലിനടിത്തട്ടിലെ മത്സ്യക്കുഞ്ഞുങ്ങളെപ്പോലും കോരിയെടുക്കുന്ന പെലാജിക് വലകൾ നമ്മുടെ മത്സ്യസമ്പത്തിനെ കാർന്നു തിന്നുന്ന നീരാളിക്കൈകളായി മാറുകയാണ്. പോലീസ് തടയാൻ ശ്രമിക്കുന്നു, പക്ഷേ പോലീസിനെ മറികടന്നുകൊണ്ട് പ്രവർത്തകർ ഇതോടെ മത്സ്യസമ്പത്തിന്റെ നാശത്തിന് തന്നെ വഴിതെളിക്കുന്നതാണ് പെലാജിക് വലകൾ ഉപയോഗിച്ചുള്ള മീൻപിടുത്തം. 2 ബോട്ടുകൾ ചേർത്ത് നിരോധിത വല വിരിച്ച് മീൻ പിടിക്കുന്ന പെയർ ട്രോളിംഗും കേരള തീരത്ത് വ്യാപകമാവുകയാണ്. കേരള മത്സ്യബന്ധന നിയന്ത്രണ നിയമപ്രകാരം നിരോധിച്ചിട്ടുള്ള മത്സ്യബന്ധന രീതികൾ തുടരുന്നതിന് പിന്നിൽ ഉദ്യോഗസ്ഥ ഒത്താശയുണ്ടെന്നാണ് പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളുടെ ആരോപണം. ഇതോടെ ചില സ്ഥലങ്ങളിൽ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ തന്നെ ഇതിനെതിരെ രംഗത്തെത്തി. പെലാജിക് വലകൾ ഉപയോഗിച്ചുള്ള ബോട്ടുകൾ പിടികൂടി പോലീസിനു കൈമാറി. എന്നിട്ടും പരിശോധനകൾ ശക്തമാക്കാത്തതിലാണ് പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ പ്രതിഷേധം ശക്തമാക്കുന്നത്. തൃശൂർ അഴീക്കോട് പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളുടെ നേതൃത്വത്തിൽ ഫിഷറീസ് സ്റ്റേഷൻ ഉപരോധിച്ചു. ലക്ഷക്കണക്കിന് രൂപ കടം വാങ്ങിയും മക്കളുടെ ഭാര്യമാരുടെയൊക്കെ താലിയൊക്കെ പണയം വെച്ചാണ് യാനങ്ങളെല്ലാം റിപ്പയർ ചെയ്ത് 6 മാസത്തെ പ്രതീക്ഷ കാത്തിരിക്കുന്നത്. ഈ സീസൺ പകുതിയായിട്ട് ഒന്നും കിട്ടാതെ കടക്കിണിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഗവൺമെൻറ്റിന് ഇടപെടൽ പല പ്രാവശ്യം ആവശ്യപ്പെട്ടിട്ടും മന്ത്രി മേഖലയ്ക്ക് തിരിഞ്ഞു നോക്കാത്തൊരു സ്ഥിതിവിശേഷമാണ്. ഹാർബറുകളിലും അഴിമുഖത്തും പരിശോധനകൾ ശക്തമാക്കി പെലാജിക് വലകൾ ഉപയോഗിക്കുന്നത് തടയണമെന്നതാണ് മത്സ്യത്തൊഴിലാളികളുടെ ആവശ്യം. 3500ഓളം ട്രോൾ ബോട്ടുള്ളതിൽ 1000-ഓളം പറഞ്ഞ ട്രോൾ ബോട്ടുകൾ കേരളത്തിൽ സ്റ്റേറ്റ് നിരോധിച്ചിരിക്കുന്ന പെയർ ട്രോളിംഗ് വലകൾ ഉപയോഗിച്ചുകൊണ്ട് കടൽ സമ്പത്ത് ഇല്ലാതായി കഴിഞ്ഞു. അതാണ് ഞങ്ങളുടെ സീസൺ ഞങ്ങളെ പട്ടിണിയിലാക്കിയിരിക്കുന്നത്. ഇത്തരത്തിൽ കടൽ സമ്പത്ത് അന്യമാക്കുന്ന ഈ സിസ്റ്റത്തിനെതിരെ ഇത് ഗവൺമെൻറ് ബാൻ ചെയ്തിരിക്കുന്നതാണ്. അത് കൃത്യമായിട്ട് ഹാർബറുകളിൽ പരിശോധന വേണം. രാത്രിയും പകലും നടക്കണം. ഇത് കൊണ്ടുപോകുന്ന വാഹനങ്ങൾ കണ്ടുകെട്ടണം. നിരോധിത വലകൾ ഉപയോഗിക്കുന്ന വൻകിട ബോട്ടുകൾക്കെതിരെ സംഘടിത പ്രതിരോധത്തിന് പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ തയ്യാറെടുക്കുന്നത് സംഘർഷ സാധ്യതയുണ്ടാക്കുമെന്ന് രഹസ്യാന്വേഷണ വിഭാഗം മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ ഉൾക്കടലിലെ സംഘർഷം ഒഴിവാക്കാൻ കർശന നിയമനിർമ്മാണം വേണമെന്നാണ് ആവശ്യം. പെലാജിക് വലകൾ ഉപയോഗിച്ചുള്ള മത്സ്യബന്ധനം മത്സ്യസമ്പത്തിനെയും മത്സ്യത്തൊഴിലാളികളെയും ഒരുപോലെ ബാധിക്കുന്നതാണ്. വിഷയത്തിൽ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കണമെന്നതാണ് മത്സ്യത്തൊഴിലാളികൾ ഒന്നടങ്കം മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യം. ക്യാമറാമാൻ ബിനേഷ് ബാബുരാജിനൊപ്പം സൂരജ് ജി, 24. അപ്പോൾ ഇക്കാര്യത്തിൽ ശക്തമായ നടപടി എടുക്കണം, അത് സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകണമെന്നുള്ള ആവശ്യം വരുന്നുണ്ട്. ആ പ്രതികരണങ്ങളിലേക്കാണ് വൻകിട മുതലാളിമാരുടെ കടലിൽ 100 കണക്കിന് പെട്രോളിംഗ് പെലാജിക് വലകൾ ഉപയോഗിച്ചുള്ള മത്സ്യബന്ധനമാണ് നടക്കുന്നത്. ഈ സ്ഥിതി തുടർന്നു പോയാൽ കടലിലെ മത്സ്യസമ്പത്ത് പാടെ ഇല്ലാതാവുന്ന രീതിയിൽ കേരളത്തിലെ 10 ലക്ഷത്തോളം വരുന്ന പരമ്പരാഗത രീതിയിൽ മത്സ്യബന്ധനം നടത്തുന്ന തൊഴിലാളികൾ പൂർണ്ണമായും പട്ടിണിയിലേക്ക് പോവുകയും അവർ ഈ തൊഴിൽ മേഖലയിൽ നിന്നും തുടച്ചു നീക്കപ്പെടുന്നൊരു അവസ്ഥയിലേക്കാണ് പോകുന്നത്. ഒരു തരത്തിലും നമ്മുടെ സർക്കാരിന്, കേന്ദ്ര സംസ്ഥാന സർക്കാരിന് പരിഹരിക്കാൻ പറ്റുന്നില്ല. കണ്ണു തുറന്ന് പ്രവർത്തിക്കേണ്ടതുണ്ട്. ഒരു സംഘർഷ സാധ്യതയാണ് കടലിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അടിത്തട്ട് മുതൽ മേൽത്തട്ട് വരെ വലിച്ചിട്ടാണ് ഈ നിരോധിച്ച വല ഉപയോഗിച്ച് മത്സ്യബന്ധനം നടത്തുന്നത്. ഇതിനെതിരെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും ഉചിതമായ ശക്തമായ നടപടിയില്ലെങ്കിൽ ആ നിയമം മത്സ്യത്തൊഴിലാളികൾ ഏറ്റെടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് പ്ലാസ്റ്റിക് വല ഇവർ കൊണ്ടുപോകുന്നത് തന്നെ 2 ബോട്ട് കൂടി വലിക്കുക, 3 ബോട്ട് പോകുക, 1 ബോട്ടിൽ ചരക്കായിട്ട് വരിക, 2 ബോട്ട് സ്ഥിരമായിട്ട് അവിടെ നിന്ന് വലിക്കുക. പിടിക്കുന്ന ബോട്ടുകാരെ ലൈസൻസ് കട്ടാക്കിക്കൊണ്ട് അവർക്ക് പണിക്ക് വീണ്ടും ഇറങ്ങാൻ പറ്റാത്തൊരു നിയമത്തിൽ കൂടെ അവരെ പിടിച്ച് അടക്കണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്.